മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരെ കാർ കയറ്റി കൊന്ന കേസിലെ പ്രതികളായ അജ്മലിനെയും ശ്രീകുട്ടിയെയും അല്പസമയത്തിനകം സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് തെളിവെടുക്കും. ആനൂർക്കാവിലേക്കാണ് ഇരുവരെയും എത്തിക്കുന്നത്. നിങ്ങൾ കാണാൻ പറ്റിയോ? പോലീസ് ഇവിടെ ഇറക്കണ്ടായിരുന്നോ? ഞങ്ങൾക്ക് ആരും പേടിയില്ല, ഞങ്ങൾ ശിക്ഷിച്ചു തരാം. അവളെയും കൊണ്ടിവിടെ കിടത്തി ഞങ്ങൾ നോക്കിക്കോളാം. എന്തിനാ അവര് ആരെ പേടിക്കുന്നേ? ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങളുടെ ജീവിതാ പോയത്, ഞങ്ങളുടെ ജീവനാ പോയത്. അവരെന്ന് കൊണ്ടുത്തോ, അവരെ രണ്ടുപേരെ ഞങ്ങളുടെ മുന്നിൽ ഒന്ന് കൊണ്ടുത്തോ. കണ്ണൻ, സംഭവ സ്ഥലത്തേക്ക് പ്രതികളെ എപ്പോഴെത്തിക്കും? ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തടിച്ചു കൂടിയിട്ടുണ്ടല്ലോ. സംഭവ സ്ഥലത്തേക്ക് പ്രതികളെ എത്തിച്ചു കഴിഞ്ഞു. തെളിവെടുപ്പ് ഏകദേശം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് തെളിവെടുപ്പിനായി പ്രതികൾ രണ്ടുപേരുമില്ല, അജ്മൽ മാത്രമാണുള്ളത്. അജ്മലിനെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത്. ആദ്യം ഇവർ രണ്ടുപേരും ചേർന്ന്, മറ്റു സുഹൃത്തും ചേർന്ന് മദ്യപിച്ച സ്ഥലത്ത് എത്തിച്ചാണ് ആദ്യം തെളിവെടുത്തത്. അതിനുശേഷം പിന്നീട് ഈ വാഹന ഉടമയായിട്ടുള്ള ശോഭയുടെ വീട്ടിലേക്ക് ഇവരെ കൊണ്ടുപോയി അവിടെ അജ്മലിനെ തെളിവെടുത്തു. അതിനു മുമ്പ് തന്നെയാണ് ഈ അപകടമുണ്ടായ ആനൂർക്കാവിലേക്ക് എത്തിച്ചത്. അതിവൈകാരികമായിട്ടുള്ള രംഗങ്ങളാണ് അവിടെ അരങ്ങേറിയത്. കാര്യം അവിടെ സ്ത്രീകൾ അടക്കമുള്ള ആൾക്കാർ ഇവരെ കൊണ്ടുവരുന്നു എന്നറിഞ്ഞ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ വളരെ വൈകാരികമായി സംസാരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ മരിച്ചുപോയ കുഞ്ഞുമോളുടെ ബന്ധുക്കൾ പറഞ്ഞത്, ഞങ്ങൾക്ക് പരാതികളൊന്നുമില്ല, ഒരു ജീവനാണ് നഷ്ടമായത്, ആ ജീവൻ ഞങ്ങൾ തിരിച്ചു നോക്കിക്കോളാം എന്നുള്ള രീതിയിലുള്ള ഒരു വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് പോലീസിനോട് സംസാരിച്ചത്. അതിന് സമാനമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇന്നും ഉണ്ടായത്. സ്ത്രീകൾ അടക്കമുള്ള ആൾക്കാർ, അതായത് ഡോക്ടർ ശ്രീകുട്ടി അടക്കമുള്ള ആൾക്കാരെ ഇവിടേക്ക് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തണം, ഒപ്പം തന്നെ അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ശോഭ എന്ന് പറയുന്നത് ഈ കാറിന്റെ ഉടമയായിട്ടുള്ള വ്യക്തിയുടെ വീട്ടിലേക്ക് എത്തിയത്. അവിടെ എത്തിയപ്പോൾ അവർ സംസാരിക്കുന്നത് ഈ അജ്മലിനെയോ ശ്രീകുട്ടിയോ അറിയില്ല, ശ്രീകുട്ടിയെയും ആദ്യമായിട്ടാണ് താൻ കാണുന്നത്. തിരുവോണ ദിവസം ഒരു പമ്പിൽ വെച്ചാണ് ഇവരെ കണ്ട് അജ്മലുമായിട്ടുള്ള പഴയ പരിചയം പുതുക്കുന്നത്. അതിനുശേഷം അജ്മൽ തിരുവോണത്തിന് സദ്യ ഉണ്ണാൻ വേണ്ടി ഇവിടേക്ക് സ്വന്തം വീട്ടിലേക്ക്, ഈ പറയുന്ന വ്യക്തിയുടെ ശോഭയുടെ വീട്ടിലേക്ക് വന്നതാണ്, അല്ലാതെ മറ്റു ബന്ധങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പോലീസിനോട് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് അജ്മലിനെ അറിയാം, മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന ആളാണ് എന്നറിയാം, അല്ലാതെ വേറൊരു ബന്ധങ്ങളും ഇല്ല എന്ന് പറയുന്നു. തന്റെ മകനും മരുമകനും മാത്രമാണ് ഈ കാറ് ഉപയോഗിച്ചിട്ടുള്ളത്. എങ്ങനെ ഈ കാറ് മറ്റ് അജ്മലിന്റെ കൈവശം എത്തി എന്നുള്ള ചോദ്യത്തിന് മറുപടിയും ശോഭയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഈ അജ്മൽ കാറ് കൊണ്ടുവന്ന് നിർത്തുകയും അതിനുശേഷം നാട്ടുകാരുമായി സംഘർഷം ഉണ്ടാകുകയും ചെയ്ത കരുനാഗപ്പള്ളി കോടതിക്ക് സമീപത്തേക്കുള്ള വീട്ടിലെത്തിയത്. അവിടെ എത്തിച്ചപ്പോഴും ഒട്ടേറെ ആൾക്കാർ ഈ പ്രതിയെ കാണാൻ വേണ്ടി അവിടെ തടിച്ചുകൂടിയിരുന്നു. അതിനുശേഷം തെളിവെടുപ്പ് പൂർത്തിയാക്കി തിരിച്ച് മൈനാഗപ്പള്ളിയിലേക്കുള്ള യാത്രയിലാണ് ശാസ്താംകോട്ട പോലീസ് സംഘമുള്ളത്. മൈനാഗപ്പള്ളിയിൽ നേരത്തെ എത്തിയപ്പോൾ ഇറക്കാൻ സാധിച്ചില്ല. ഇനി അടുത്ത തവണ പോകുന്ന സമയത്ത് അവിടേക്ക് ഇറക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു അന്വേഷണമാണ്, അതിനുവേണ്ടിയുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത്.